ഹലോ നമസ്കാരം. എൻ്റെ പേര് രമ്യ കൃഷ്ണ. ഞാൻ ഈ അടുത്താണ് അശോക് സാറിൻ്റെ ആൽക്കമി എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ആക്കിയത്. വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. കാരണം അത്രമാത്രം മെൻ്റൽ സ്ട്രെസ്സും ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ഓരോ വിഷമഘട്ടങ്ങളിലും അശോക് സാർ എനിക്ക് തന്നിട്ടുള്ള ശക്തിയും സമാധാന വാക്കുകളൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് അതിന് നന്ദി പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. സാറിനോട് എൻ്റെ വിഷമങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ഡിസ്മെനോറിയ. എല്ലാ സ്ത്രീകൾക്കും അറിയാം, പീരീഡ്സ് ഒരു അനുഗ്രഹമാണ്. ആ ഒരു വേദന എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനും പറ്റാത്തതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസ്മെനോറിയ സാധാരണ പീരീഡ്സ് പെയിനേക്കാളും എത്ര മടങ്ങ് കൂടുതലാണ് എന്നൊന്നും പറയാൻ എനിക്കറിയില്ല. കാണുന്നവർക്ക് പോലും പേടി തോന്നുന്ന ഭീകരാവസ്ഥയിലാണ് എൻ്റെ പീരീഡ്സ് കടന്നു പോകാറുള്ളത്. എത്ര പെയിൻ കില്ലർ കഴിച്ചാലും എത്ര ഇഞ്ചക്ഷൻ അടിച്ചാലും മാറാത്ത വേദന, എത്ര ഗുളിക കഴിച്ചാലും മാറാത്ത വോമിറ്റിംഗ്, ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെയാണ് ഞാൻ. വേദനയും വോമിറ്റിങ്ങും മാത്രമല്ല, അതിനപ്പുറത്തേക്കും കുറേ കാര്യങ്ങൾ എനിക്ക് സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് എൻ്റെ എല്ലാ പീരീഡ്സും കടന്നു പോകാറുള്ളത്. അങ്ങനെ അശോക് സാർ എൻ്റെ അടുത്ത് ആൽക്കമി ചെയ്യോ, അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും എന്ന് പറയണത്. അങ്ങനെ ആൽക്കമി കോഴ്സ് ചെയ്യാനായിട്ട് ഞാൻ റെഡിയായി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണത്, പീരീഡ്സ് പെയിനേക്കാളും കാര്യമായിട്ട് ഉള്ള നടുവേദന എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്ന്. ആ വേദന ഒരു കൂടപ്പിറപ്പ് പോലെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ കൂടെ ഉള്ളതാണ്. അന്നേ ഡോക്ടേഴ്സിനൊക്കെ കാണിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു, മാറില്ല, ജന്മനാലെ ഡിസ്കിന് പ്രശ്നമുണ്ട്, ഈ വേദന ഈ ജന്മം മുഴുവൻ അനുഭവിച്ചേ മതിയാവൂ, അതിന് മരുന്ന് കഴിച്ചിട്ടോ കാര്യമൊന്നുമില്ല, അത് അങ്ങനെ വന്നു പോവും, അതിൻ്റെ വഴിക്ക് അങ്ങ് വിടണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വലിയ ഉയരത്തിന് താഴെ വീഴുകയും അതിൻ്റെ കൂട്ടത്തിൽ ഡിസ്ക് പ്രൊലോപ്സ് ആവുകയും സയാറ്റിക്ക നെർവ് ഡാമേജ് ആവുകയും ഇടത്തെ കാല് പാരലൈസ്ഡ് ആവുകയും പിന്നെ കുറച്ചുകൂടെ മുതിർന്നപ്പോൾ പൂർണ്ണമായിട്ട് പാരലൈസ്ഡ് ആയി പോവുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഓൾറെഡി ജന്മനാലുള്ള നടുവേദനയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഈ വീണ വേദനയുണ്ട്. വീണതിൻ്റെ ഡിസ്ക് പ്രൊലോപ്സ്, കാല് പൊങ്ങുന്നില്ല, ഇടത്തെ കാല് പൊങ്ങുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വയസ്സായ സ്ത്രീ എങ്ങനെയാണോ അതുപോലെയായിരുന്നു പിന്നീടുള്ള എൻ്റെ ജീവിതം. 10 വയസ്സിന് ശേഷമുള്ള എൻ്റെ ജീവിതം. മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ട് എല്ലാവരും കളിയാക്കി ഏതെന്തിങ്ങനെ എന്ന് ചോദിക്കുന്ന എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഓടിച്ചാടി കളിക്കുമ്പോൾ ഞാൻ മാത്രം വളഞ്ഞ് മുട്ടിൽ കൈവച്ച് ഇങ്ങനെയൊക്കെയാണ് നടത്തം. എല്ലാവരും കളിയാക്കുമായിരുന്നു. അതൊക്കെ അനുഭവിച്ചാണ് ഞാൻ വളർന്നു വന്നത്. അങ്ങനെ ഓരോ കോഴ്സസ് ചെയ്ത് മാനിഫെസ്റ്റേഷൻ ചെയ്ത് അതിൽ നിന്നൊക്കെ മാറി, പാരലൈസ്ഡ് ആയ സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി ഹെൽത്തി ആയി വന്നു. അപ്പോഴും നടുവേദന പൂർണ്ണമായി മാറണം എന്ന് ചിന്തിച്ചിട്ടില്ല. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞത് മാറില്ല, ജന്മനാലുള്ള ഒരു കാര്യമാണ് എന്നാണ്. അതിനപ്പുറത്ത് സംഭവിച്ച വേദനകളൊക്കെ ഹീലായിക്കൊണ്ടിരുന്നു. അങ്ങനെ അശോക് സാറിനായിട്ട് ഈ അടുത്തിടെ ഡിസ്മെനോറിയൻ്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുന്ന സമയത്താണ്, മെഡിക്കൽ ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം ശരീരത്തിൽ ഹൈഡായി കിടക്കുന്നുണ്ട്, എന്തോ ഒരു പെയിൻ ഹൈഡായി കിടക്കുന്നുണ്ട്, അത് ഹീലായി കഴിഞ്ഞാൽ ഓക്കെ ആവും രണ്യ എന്ന് അശോക് സാറ് പറഞ്ഞായിരുന്നു. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. സാറ് സംസാരിക്കുന്ന സമയത്തൊക്കെ സമാധാനമായിട്ടിരിക്കൂ രണ്യ, അത് ഹീലാവും രണ്യ എന്ന് പറയുമ്പോൾ, സാറ് വിളിക്കുന്ന ആ രണ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരോ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ആ വാക്കിൽ ഞാൻ ധൈര്യം സംഭരിച്ച് അങ്ങ് മുന്നോട്ട് പോകും. സോറി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സ് ചെയ്യണം. എനിക്കെൻ്റെ ഡിസ്മെനോറിയ മാറണം എന്ന് കരുതിയിട്ട്. അപ്പോഴും ഞാൻ എൻ്റെ കൂടപ്പിറപ്പ് പോലെ കൂടെ ഉണ്ടായിരുന്ന ബാക്ക് പെയിൻ മാറണമെന്നോ ആ ഒരു വേദനയിൽ നിന്ന് എനിക്ക് മോചനം വേണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സത്യസന്ധമായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇത്രയും മാറിയല്ലോ, പിന്നെ അതല്ലേ മാറില്ല എന്നല്ലേ ഡോക്ടേഴ്സ് പറഞ്ഞെന്നാണ് വിചാരിച്ചത്. ആൽക്കമി കോഴ്സ് സ്റ്റാർട്ടായി 3-ാമത്തെ ദിവസം ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി, എൻ്റെ ശരീരത്തിൽ ആ വേദന കുറഞ്ഞു വരുന്നുണ്ട്. ഒരു കറിയും ഒരു ചോറും വെക്കാൻ മാത്രമേ എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നുള്ളൂ അടുക്കളയിൽ നിന്നിട്ട്. ഞാൻ എക്സ്ട്രാ ഒരു കറിയും കൂടെ വെക്കാൻ ഉള്ള കപ്പാസിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്.
കുട്ടികളെ പാട്ട് പഠിപ്പിക്കാനായിട്ട് താഴെ ഇരുന്ന് എഴുന്നേൽക്കാൻ 2 കൈയും കുത്തി ആന പോലെയൊക്കെ കളിച്ചാണ് എഴുന്നേൽക്കാറുള്ളത്. ഞാൻ വളരെ സിമ്പിളായിട്ട് താഴെ നിന്ന് എണീക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചർ വളരെ ഈസി ആയിട്ടാണ് ഇപ്പോൾ എണീക്കണത് എന്ന് പറഞ്ഞു. എനിക്ക് എന്താണ് എനിക്ക് സംഭവിച്ചത്, എന്താണ് സംഭവിക്കണമെന്നൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ ഞാൻ ഡേ 5th മെഡിറ്റേഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ സാറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഹീലിംഗ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് എനിക്ക് നടന്നത്. പിന്നീട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി എൻ്റെ ശരീരത്തെ. എനിക്ക് സുഖമായിട്ട് നടക്കാം, എനിക്ക് സുഖമായിട്ടിരിക്കാം, സുഖമായിട്ട് എനിക്ക് ഇരുന്ന് തറയിൽ നിന്ന് എഴുന്നേൽക്കാം. അതിലുപരി എനിക്ക് സുഖമായി കിടന്നുറങ്ങാം. ഉറക്കത്തിൽ നിന്ന് പോലും ഞാൻ വേദന എടുത്ത് എണീക്കുന്ന സിറ്റുവേഷൻസാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇപ്പം എനിക്ക് സുഖമായി കിടന്നുറങ്ങാം, സുഖമായി സൈഡ് ചെരിഞ്ഞ് കിടക്കാം, സുഖമായി ഇരിക്കാം, സുഖമായി നടക്കാം, സുഖമായി നിൽക്കാം. വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെ ഇത് പറഞ്ഞ് മറ്റുള്ളവരെ അറിയിക്കാമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ സന്തോഷമാണ് ഞാൻ പറയണേ. എൻ്റെ സന്തോഷം എന്നെപ്പോലെ ഇതുപോലെയൊക്കെ വേദന അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരറിയട്ടെ. അതിലുപരി എൻ്റെ സാറ്, ഞാൻ സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ അശോക് സാറിനും കൂടെ എൻ്റെ ഈ അവസ്ഥ ഞാൻ ഈ ഹാപ്പി ആയിട്ടിരിക്കുന്ന അവസ്ഥ സാർ അറിയണം എന്നും കൂടെയൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു അശോക് സാർ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പലരും പറയും, രണ്യ ഭയങ്കര സീരിയസ് ആണ്, രണ്യ ഭയങ്കര ദേഷ്യമുള്ള മുഖമാണ്. പക്ഷെ ദേഷ്യമോ സീരിയസോ ഒന്നുമല്ല. ഓർമ്മ വെച്ച നാൾ മുതൽ അനുഭവിക്കുന്ന വേദനയാണ് നടുവേദന. അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ പറഞ്ഞറിയിക്കാനോ എനിക്കറിയില്ല. ആ വേദന അനുഭവിച്ച് ഈ വയസ്സ് വരെ ഞാൻ ജീവിച്ചു. അതിനും വലിയ അസുഖങ്ങളൊക്കെ വന്നു. അപ്പോൾ ഈ വേദന മാത്രം മാറാതെ കിടക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഫെഡറേഷനിൽ പലരുടെയും കോഴ്സസ് ചെയ്ത് എനിക്ക് ഹീലാക്കാൻ പറ്റി. പക്ഷേ ഈ വേദന അപ്പോഴും അവിടെ തന്നെ കിടന്നു. അത് മാറില്ല എന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ ഇപ്പം അത് മാറി. ആരോടും ദേഷ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ പരിഭവം ഉണ്ടായിട്ടോ ഒന്നുമല്ല എൻ്റെ ഫേസ് അങ്ങനെ ആയിരുന്നത്. അതികഠിനമായ വേദനയിലൂടെ ജീവിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ചിരിക്കാനോ സന്തോഷത്തോടെ സംസാരിക്കാനോ പറ്റില്ല. കുറേ ശ്രമിച്ചിട്ടുണ്ട്, പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ അടുത്തിടയ്ക്കാണ് പല ഹീലിങ്ങും സംഭവിച്ചൊന്ന് സമാധാനപരമായിട്ടുള്ള അവസ്ഥയിലെത്തിയതും സന്തോഷത്തോടെ എല്ലാവരോടും സംസാരിച്ചു തുടങ്ങിയതും ഒക്കെ. പക്ഷേ ഈ ഒരു കണ്ണീര് അത്രയും സന്തോഷം കൊണ്ടാണ്. കാരണം ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച നടുവേദനയാണ് മാറിയിട്ടുള്ളത്. ഒരുപാട് നന്ദിയുണ്ട്. ഒരു വീട്ടിലെ അംഗത്തെ പോലെ ചേർത്ത് പിടിച്ചതിലും സമാധാന വാക്കുകൾ തന്നതിലും ഇന്നിപ്പോൾ സമാധാനപരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചതിലും ഒത്തിരി നന്ദിയുണ്ട് അശോക് സാറിനോട്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു സോ മച്ച് അശോക് സാർ.